11 റെഡ് അലർട്ടും 3 ഓറഞ്ച് അലർട്ടുമാണ്. പക്ഷേ ഈ അലർട്ടിൽ നമ്മളിന്ന് കേരളം മുഴുവൻ റെഡ് എന്ന പൊതു സ്വഭാവത്തിൽ നോക്കുകയാണ്. കാരണം അലർട്ടുകൾ എപ്പോഴും മാറാം. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാകെ ഒരു നിർദ്ദേശം കൂടി വരാനുണ്ട്. അലർട്ടിൻ്റെ പ്രത്യേകതയല്ല, നേരത്തെ തന്നെ കളക്ടർമാരോട് നിർദ്ദേശിച്ചനുസരിച്ച് 8 ജില്ലകളിൽ സ്കൂളിനും അവധി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിനൊരു ക്രൂഷ്യൽ പ്രത്യേകതയുണ്ട്. 5 ദിവസം കൂടി മഴയുണ്ടാകുന്നതിൽ ഏറ്റവും ക്രൂഷ്യലായി മഴയുണ്ടാകുന്ന ദിവസം ഇന്നാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് മലയോര യാത്രയും പൊതുയാത്രയും പരമാവധി ഒഴിവാക്കാവുന്നതാണെങ്കിൽ ഒഴിവാക്കുക. 50 പേര് മാത്രമേ ഇതുവരെ ക്യാമ്പുകളിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ 4000-ഓളം ക്യാമ്പുകളുടെ സൈറ്റുകൾ സജ്ജമാണ്. 6 ലക്ഷത്തോളം പേർ വന്നാലും സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾക്കുണ്ട്. അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും റവന്യൂ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കണം, ഒറ്റക്കാര്യം കൂടി, നിങ്ങളിപ്പോൾ വളരെ സജ്ജമായി രാവിലെ എല്ലാ പോയിന്റിൽ നിന്നും ആളുകളോട് രാവിലെ മുതൽ തന്നെ മഴയുടെ അറിയിപ്പും അതിൻ്റെ ഗതിവിഗതികളും ഓരോ ഇടത്തുമുള്ള ഇവൻറ്റുകളും ഒക്കെ പറയുന്നുണ്ട്. വളരെ വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം എല്ലാവരോടും അരുൺ ആവർത്തിച്ച് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഷെയറും ലൈക്കും വെച്ച് തെറ്റായ വിവരങ്ങളോ ബോധ്യമല്ലാത്ത കാര്യങ്ങളോ ഇപ്പോൾ നാം സംപ്രേഷണം ചെയ്യാൻ നിൽക്കേണ്ടതില്ല, ഷെയർ ചെയ്യാൻ നിൽക്കേണ്ടതില്ല.